6 മുതൽ 34 വരെയുള്ള സംഖ്യകൾ കൊണ്ട് നമുക്കൊരു മാന്ത്രിക ചതുരം നിർമ്മിക്കാം. നമുക്കാദ്യം ഇവിടെ ഒരു 9 കള്ളിയുള്ള ഒരു ചതുരം വരയ്ക്കാം. മധ്യത്തിൽ ഏത് സംഖ്യ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അതിനായി 26 മുതൽ 34 വരെയുള്ള എണ്ണൽ സംഖ്യകൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 9 സംഖ്യകൾ എഴുതിയതിൽ ഇതിൽ മധ്യത്തിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 ആണ് ഇതിൻ്റെ മധ്യത്തിലുള്ള സംഖ്യ. അപ്പം ഈ സംഖ്യയാണ് ഈ മാന്ത്രിക ചതുരത്തിൻ്റെ നടുക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും ഒരേ ഉത്തരം തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ കിട്ടേണ്ട ഉത്തരം എങ്ങനെയാണ് കാണുകയെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിനായി ആദ്യം 26 മുതൽ 34 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആകെ തുക കാണണം. 26 കൂട്ടണം 270. അപ്പോൾ നമുക്കിവിടെ 270 ആണ് ഇതിൻ്റെ തുക കിട്ടുക. ഇനി ഈ 270നെ 3 കൊണ്ട് ഹരിക്കണം. 270നെ 3 കൊണ്ട് ഹരിച്ചാൽ 90 ആവും ഇതിൻ്റെ ഉത്തരം. 270ൽ 3 90 തവണ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സംഖ്യയും ഇങ്ങനെ ചെയ്യുന്ന സംഖ്യയും എല്ലാം കൂട്ടിയാൽ ഉത്തരം കിട്ടേണ്ടത് 90 ആണ്. ഈ മാന്ത്രിക ചതുരത്തിൻ്റെ മധ്യത്തിലുള്ള സംഖ്യ ഒരു ഇരട്ട സംഖ്യ ആയതിനാൽ 30 ഒരു ഇരട്ട സംഖ്യ ആയതിനാൽ ഇനി ഈ 4 ഭാഗങ്ങളിലായി ഒറ്റ സംഖ്യ ഇട്ട് കൊടുക്കണം. നടുവിൽ ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ഈ 4 ഭാഗങ്ങളിലും ഇരട്ട സംഖ്യയും, നടുവിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ ഈ 4 ഭാഗങ്ങളിൽ ഒറ്റ സംഖ്യയുമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിനായി ആദ്യം 27, 29, 31, 33 ഇതാണ് ഇതിലുള്ള ഒറ്റ സംഖ്യകൾ. 27, 29, 31, 33. ഈ 27ഉം 29ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയുടെ കൂടെ എത്ര സംഖ്യ കൂട്ടിയാലാണ് ഈ 90 ഉത്തരം കിട്ടുകയെന്ന് നമുക്കിവിടെ ചെയ്തു നോക്കാം. 27 കൂട്ടണം 29. ഈ സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 56 ഉത്തരം കിട്ടും. ഇനി 56 ഇവിടെയുള്ള 3 സംഖ്യകൾ കൂട്ടിയാൽ 90 ഉത്തരം കിട്ടണം. ഇത് രണ്ടും കൂട്ടുമ്പോൾ 56 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 90, 56, 90 ആവണമെങ്കിൽ ഇതിൽ 34 കൂടെ കൂടിയാലേ ഇത് 90 ആവുള്ളൂ. അപ്പോൾ ഈ ഒഴിഞ്ഞ കള്ളിയിലുള്ള സംഖ്യ 34 ആണ്. ഇങ്ങനെ ഈ ഓരോ സംഖ്യകളും കൂട്ടി ഇതിൻ്റെ ഇടയിലെ സംഖ്യകൾ നമുക്ക് കണ്ടെത്താം. ഈ സംഖ്യയും തമ്മിൽ കൂട്ടി 90ൽ നിന്ന് ഇവിടെ കൂട്ടിയ സംഖ്യ കുറച്ചാൽ ഇവിടെയുള്ള ഉത്തരം കിട്ടും. അതുപോലെ തന്നെ ഈ സംഖ്യയും തമ്മിൽ കൂട്ടി 90ൽ നിന്ന് കുറച്ചാൽ ഇവിടെയുള്ള സംഖ്യ ഉത്തരം കിട്ടും. ഈ സംഖ്യയും തമ്മിൽ കൂട്ടി ആ കിട്ടിയ ഉത്തരം 90ൽ നിന്ന് കുറച്ചാൽ ഇവിടെയുള്ള സംഖ്യയും കിട്ടും.
ഇങ്ങനെയാണ് ഈ മാന്ത്രിക ചതുരം ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഇതെങ്ങനെ കൂട്ടിയാലും ഉത്തരം 90 ആയിരിക്കും. ഈ മൂന്ന് സംഖ്യകൾ തമ്മിലും ഈ മൂന്ന് സംഖ്യകൾ തമ്മിലും ഈ മൂന്ന് സംഖ്യകൾ തമ്മിലും ഇങ്ങനെയാണെങ്കിലും 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 കൂട്ടിയാൽ ഉത്തരം 90 ആയിരിക്കും കിട്ടുക. ഇത് ഇങ്ങനെ കൂട്ടിയാലും 90 കിട്ടും, ഇങ്ങനെ കൂട്ടിയാലും 90 കിട്ടും.